വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അകത്തേക്ക് കയറുന്ന ശാലിനി ശ്യാമയുടെ മുറിയിലേക്കാണ് ആദ്യം പോകുന്നത്. അന്നേരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമയെ പിറകിലൂടെ വന്ന് കണ്ണു പൊത്തുകയാണ് ശാലിനി. അന്നേരം കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ശ്യാമ വിളിക്കുമ്പോൾ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോടി എന്നും പറഞ്ഞ് രണ്ടുപേരും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്, ഇന്ന് നിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അന്നേരം തെലുങ്ക് പടം പോലെയായിരുന്നു, അച്ഛൻ നല്ല മാസായിരുന്നു, തകർത്ത് കളഞ്ഞില്ലേ എന്ന് ശ്യാമ പറയുകയാണ്. അന്നേരം ശാലിനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. തുടർന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെ ശാലിനിയോട് ശ്യാമ പറയുമ്പോൾ ശാലിനിക്കും സന്തോഷമാവുകയാണ്. തുടർന്ന് അങ്ങനെ നോക്കിയിരിക്കുകയൊന്നും ചെയ്യരുത്, ഇനി നിന്നെ കോളേജിൽ ആരും ശല്യപ്പെടുത്തില്ല, പക്ഷേ നന്നായിട്ട് പഠിച്ചോളണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു എന്നും പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ശാരദാമ്മയും അകത്തേക്ക് വരുന്നത്. തുടർന്ന് സത്യാമ്മയുടെ വീട്ടിൽ എന്താ പ്രശ്നങ്ങൾ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ അവിടെ എന്നത്തെയും പോലെയുള്ള കുഴപ്പങ്ങൾ തന്നെയാണ്. പ്രീതിയുടെ കാര്യം ഓർത്തിട്ടാണ് ഏറെ സങ്കടം. വസുമതി അമ്മയാണെങ്കിൽ അവിടെ വെഡ്ഡിങ് കാർഡ് അടിച്ച് ക്ഷണവും തുടങ്ങി. സത്യഭാമയാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യത്തിലുമാണ്. ഗർഭിണികൾ എപ്പോഴും സന്തോഷമായിരിക്കണം എന്നാണല്ലോ പറയാറ്, പക്ഷെ ഒന്ന് ചിരിക്കാൻ പോലും അവൾക്ക് ആകുന്നില്ല. അവളുടെ പ്രസവത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് ആകെ ടെൻഷനാണ്. പിന്നെ സുസ്മിതയെ അവിടെ നിന്നും കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് വരെ സത്യാമ്മ ഒന്നും അറിയാതെയും നോക്കണമല്ലോ, എന്താണെന്ന് എനിക്ക് അറിയാൻ കൂടി എന്നൊക്കെ ആകെ ടെൻഷനോടുകൂടി ശാലിനി പറയുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, പ്രസവം നടന്ന് കുഞ്ഞ് ജനിച്ചാൽ മാത്രം പോരല്ലോ, അതിന് എൻ്റെ അച്ഛൻ്റെ കൂടെ ജീവിക്കുകയും വേണ്ടേന്ന്. തുടർന്ന് ശാരദാമ്മ പറയുകയാണ്, ആൽത്തറ അമ്പലത്തിൽ ഞാനൊരു വഴിപാട് നേർന്നിട്ടുണ്ട്, അവിടെ തുലാഭാരം നടത്തി തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ ദീർഘമാംഗല്യവും സന്താനഭാഗ്യവും ഒക്കെ ഉണ്ടാകും. മോൾക്ക് പ്രീതിയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിനെന്താ, അമ്മയുടെ സൗകര്യമാണെങ്കിൽ നാളെ തന്നെ പോകാമെന്ന് പറയുകയാണ്. പിന്നെ എനിക്കെന്താ സൗകര്യക്കുറവ്, നമുക്ക് നാളെ തന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ ഒന്ന് നോക്കിയിട്ട് ശാരദാമ്മ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഹോട്ടൽ നോക്കാനാണെങ്കിൽ ഇപ്പോൾ ശാരിയും ഉണ്ടല്ലോ എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരമാണ് ശാരിയേച്ചി വന്നിട്ടുണ്ടോ എന്ന് ശാലിനി ചോദിക്കുന്നത്. അവളിനി എന്നും ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. രാജീവ് സാറിൻ്റെ അമ്മയോട് നെറുകേട് കാണിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ടത്തേക്ക് വന്നത്. അതൊക്കെ മറന്ന് രാജീവ് സാർ അവളെ വിളിക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ സാറിനെ തറുതല പറഞ്ഞവൾ പറഞ്ഞയക്കുകയും ചെയ്തു. ആണുങ്ങൾ എത്രത്തോളമാണ് ക്ഷമിക്കുന്നത് എന്ന് ശാരദാമ്മ ശാലിനിയോട് പറയുകയാണ്. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് ശാരിക അവിടേക്ക് വരുന്നുണ്ട്. തുടർന്ന് സംഭവമൊന്നും മനസ്സിലാകാതെ ശാലിനി ഇരിക്കുമ്പോൾ ശാരിക ചോദിക്കുന്നുണ്ട്, രാജീവ് സാറിൻ്റെ അമ്മയോട് ഞാൻ എന്ത് നെറുകേടാണ് കാട്ടിയതെന്നും അതിന് കാരണം എന്താണെന്നും അമ്മയ്ക്ക് അറിയാമല്ലോ എന്ന്. അന്നേരം അതിന് കുടുംബം തകർക്കുകയല്ല വേണ്ടത് എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം ഭക്ഷണത്തിലെ എലിവിഷവും പാഷാണവും ഒക്കെ കലർത്തി വിരുന്നൂട്ടുന്നതാണോ കുടുംബം, അങ്ങനെയെങ്കിൽ ആ കുടുംബം എനിക്ക് വേണ്ട. ശാരികയ്ക്ക് വന്ന് കയറാനായിട്ട് ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കൊരു ബാധ്യതയാണെങ്കിൽ ഞാനങ്ങ് ചത്തൊഴിഞ്ഞ് തന്നേക്കാം എന്നും പറഞ്ഞ് അങ്ങ് ശാരദാമ്മയുടെ മുമ്പിൽ തൊഴുകയാണ് ദേഷ്യത്തോടു കൂടി ശാരിക. അന്നേരം ഇവർ രണ്ടുപേരും കൂടി ശാരദാമ്മയും ശാരികയും തമ്മിൽ വഴക്കടിക്കുന്നത് ശാലിനി എങ്ങ് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് ശാരികേച്ചി എന്നും പറഞ്ഞ് കയ്യിൽ പിടിക്കുമ്പോൾ പോടന്ന് അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് കൈയും തട്ടി കളഞ്ഞിട്ട് ശാരി അങ്ങ് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ആ രാത്രി തന്നെ വസുമതി വന്ന് വീട്ടിൽ കല്യാണം വെല്ലുവിളിച്ചതും ഒക്കെ ആലോചിച്ച് അങ്ങ് ദേഷ്യത്തോടു കൂടി സത്യഭാമ വീടിൻ്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അന്നേരം ഇതൊക്കെ മട്ടുപ്പാവിൽ നിന്നും സുസ്മിത കാണുന്നുണ്ട്. തുടർന്ന് തള്ളയുടെ മനസ്സാകെ അങ്ങ് തിളച്ചു മറിയുകയാണെന്ന് തോന്നുന്നു. കുറച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ചാലോ എന്നൊക്കെ സുസ്മിത ചിന്തിക്കുന്നുണ്ട്. ഇതേസമയം സത്യഭാമ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്ന സത്യഭാമയ്ക്ക് പെട്ടെന്ന് തൊണ്ട ഉണങ്ങുന്നത് പോലെ തോന്നുകയാണ്. അങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്ന് ഫ്രിഡ്ജിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൻറ്റി എന്നും പറഞ്ഞ് സുസ്മിതയും അടുക്കളയിലേക്ക് എത്തുകയാണ്. തുടർന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കാനുള്ള ശ്രമമാണ് സുസ്മിതയുടേത്. ആൻറ്റിയുടെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. ആൻറ്റിയെ മനസ്സിലാക്കാനായിട്ട് ഇവിടെ ആരുമില്ലല്ലോ. അർജുൻ്റെ വിവാഹം വസുമതി ആൻറ്റി നടത്തുക എന്ന് പറയുന്നത് ആൻറ്റിയുടെ മുഖത്തടിച്ച പോലെ തന്നെയാണ്. ഇവിടെയാണെങ്കിൽ പ്രീതിക്ക് സ്വസ്ഥമായിട്ട് ചിന്തിക്കാനുള്ളൊരു സാവകാശം പോലും ശാലിനി കൊടുക്കുന്നില്ല. എപ്പോഴും അർജുൻ എന്നും പറഞ്ഞ് അവളുടെ മനസ്സിൽ നൊസ്റ്റാൾജിയ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കേട്ട് വിഷ്ണുവേട്ടനും അങ്കിളും വിശ്വസിച്ച് ആൻറ്റിക്ക് എതിരായി നിൽക്കുന്നു. വസുമതി ആൻറ്റിയുടെ ാണെങ്കിൽ കാര്യങ്ങളൊക്കെ നേരെ മറിച്ചാണ്. അർജുനും ചിത്രയും ഒക്കെ പുതിയ ബന്ധത്തിന് സപ്പോർട്ടാണ്. ഇവിടെ ആൻറ്റിക്ക് സപ്പോർട്ട് എന്തിന്, വേലക്കാരിയോ കാര്യസ്ഥനോ ആരുമില്ലല്ലോ. മകളുടെ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന ആൻറ്റി എല്ലാവരുടെയും മുമ്പിൽ വില്ലെത്തിയാണ്. പിന്നെ ഇതിനൊക്കെ ഏക ഒരു വഴി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അർജുൻ്റെ വിവാഹത്തിന് മുമ്പ് പ്രീതിയുടെ 2ാം വിവാഹം നടത്തുക എന്നുള്ളതാണ്. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് സുസ്മിത പറയുന്നുണ്ട്.
തുടർന്ന് എന്താണെന്ന് ഭാമ ചോദിക്കുമ്പോൾ തൻ്റെ പ്ലാൻ സുസ്മിത സത്യഭാമയോട് പറയുകയാണ്. പക്ഷെ അതെന്താണെന്ന് കാണിക്കുന്നില്ല. എല്ലാം പറഞ്ഞു തീർന്ന ശേഷം എങ്ങനെയുണ്ട് എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ഒന്ന് ചിരിച്ചിട്ട് സുസ്മിതയുടെ തോളിൽ തട്ടി ആശ്ലേഷിക്കുകയാണ് ഭാമ. എന്നിട്ട് ഭാമ അങ്ങ് അടുക്കള വിട്ട് പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി ശാലിനിയുടെ റൂമിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കുകയാണ് പ്രീതി. പക്ഷേ പ്രീതി നല്ല സങ്കടത്തിലാണ്. വസുമതി ആൻറ്റി വന്ന് കല്യാണം വിളിച്ചതൊക്കെ ഓർത്തങ്ങ് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. തുടർന്ന് 5 മിനിറ്റ് ലേറ്റായിപ്പോയെന്നും പറഞ്ഞ് ശാലിനി ഒരുങ്ങി റെഡിയായി വരികയാണ്. നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന പ്രീതിയെ നോക്കി പറയുകയാണ്, ആഹാ ഇവിടെ വന്നു നിന്ന് കണ്ണീരൊലിപ്പിക്കുകയായിരുന്നോ എൻ്റെ പൊന്നു പെണ്ണെ, ഇനിയെങ്കിലും നീ ഒന്ന് വിശ്വസിക്ക്, എപ്പോഴും നീ സുമംഗലി തന്നെ ആയിരിക്കും, കൂടെ അർജുനേട്ടൻ കാണും, കുഞ്ഞും കാണും. അതിനാണ് സന്താന ലക്ഷ്മി പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് അമ്മ അവിടെ കാത്തിരിക്കുന്നത്. ഒന്ന് വിശ്വസിക്ക്, ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രീതിയുടെ മുഖത്ത് ചെറുതായിട്ടൊരു സന്തോഷം വരുന്നുണ്ട്. ഈ സമയത്താണ് സുസ്മിത സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നത്. അന്നേരം പ്രീതിയോട് കണ്ണുകൊണ്ട് ദേ വരുന്നു എന്ന് ശാലിനി ആംഗ്യം കാണിക്കുന്നുണ്ട്. തുടർന്ന് വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് പ്രീതിയെ ശാലിനിയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് കിടക്കുകയാണ്. അന്നേരം സ്റ്റെപ്പ് കയറി വരുന്ന സുസ്മിത ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് രണ്ടുപേരും കൂടി, നല്ലോണമൊക്കെ ഒരുങ്ങിയിട്ടാണല്ലോ, എന്താ വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രീതി ഒന്ന് നോക്കിയിട്ട് ശാലിനി പറയുകയാണ്, ആഹാ സുസ്മിത അപ്പോൾ അത് കണ്ടില്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ഇന്ന് ഓഡിഷന് പോവുകയാണ്, ദുൽഖർ സൽമാൻ്റെ നായികയായിട്ട് നമ്മുടെ ലക്കൊന്ന് പരീക്ഷിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ദുൽഖർ സൽമാനോ എന്ന് പറഞ്ഞങ്ങ് വായും വിളിച്ച് സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് ചോദിക്കുന്നുണ്ട്, ഏതാ പടമെന്ന്. അന്നേരം സുസ്മിത പറയുകയാണ്, ഇന്നത്തെ ഓഡിഷൻ കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ വെബ്സൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് അടിച്ചു വരും, നീ അപ്പോൾ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് രണ്ടുപേരും അടക്കി പിടിച്ച് ചിരിച്ചിട്ടങ്ങ് താഴെ ഇറങ്ങി പോവുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് തന്നെ കളിയാക്കിയതാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അന്നേരം എന്തോ നമ്പർ ഇട്ടുള്ള പോക്കാണല്ലോ, എന്തോ ലക്ഷ്യമുണ്ട്, എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്ന് സുസ്മിത തനിയെ പറയുന്നുണ്ട്. അതിനുശേഷം സുസ്മിതയും അവരുടെ പിറകെ പോവുകയാണ്. തുടർന്ന് പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം ശാരദാമ്മ അവരെ കാണാത്തത് കൊണ്ട് ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ഞങ്ങൾ എത്താറായി, വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം നീ അർജുനെ വിളിച്ചോ, ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് ചെയ്യേണ്ട പൂജയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് വിളിക്കുക എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഇതുവരെ വിളിച്ചില്ല, ഇനി വിളിക്കാമെന്ന് സമ്മതിച്ച് ശാലിനി ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് അർജുനെ കൂടി അമ്പലത്തിലേക്ക് വിളിക്കണമെന്ന് ശാരദാമ്മ പറഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ പ്രീതിക്ക് ആകെ സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് ശാലിനി അർജുനെ ഫോൺ ചെയ്യുകയാണ്. കാര്യങ്ങളൊക്കെ കേട്ട ശേഷം അർജുൻ ശരി ഞാൻ വരാം എന്ന് സമ്മതിക്കുന്നുണ്ട്. അന്നേരം അതും കൂടി ആയപ്പോൾ പ്രീതി ആകെ അങ്ങ് സന്തോഷത്തിലാണ്. അർജുൻ വരും എന്ന് ശാലിനിയോട് പറഞ്ഞു എന്നുള്ള വിശ്വാസത്തിൽ പ്രീതി ആകെ സന്തോഷിച്ചങ്ങ് വണ്ടിയിലിരിക്കുകയാണ്. തുടർന്ന് ശാലിനി ഫോൺ വെച്ച ശേഷം എന്തു പറഞ്ഞു എന്ന് പ്രീതി ചോദിക്കുന്നുണ്ട്. അന്നേരം വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്, ഒരു കേസ് ഉണ്ടെന്ന് ശാലിനി പ്രീതി ഒന്ന് പരീക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്താ സങ്കടമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് മുഖത്ത് ചിരി വരുത്താനൊക്കെ പ്രീതി ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് പ്രീതി അങ്ങ് വണ്ടിയുടെ വെളിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ പിന്നെ വാവയുടെ കാര്യമായതുകൊണ്ട് ഒന്ന് വന്നിട്ട് പോകാം എന്ന് പറഞ്ഞു എന്ന് ശാലിനി ഇങ്ങനെ പ്രീതിയെ ഒളികണ്ണ് നോക്കി പറയുമ്പോൾ അവളുടെ ഒരു കാര്യം പോവിടെന്നും പറഞ്ഞ് ശാലിനിയെ നുള്ളുകയും വിച്ചുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രീതി. തുടർന്ന് പ്രീതിയും ശാലിനിയും അമ്പലത്തിലേക്ക് എത്തുകയാണ്. അവർ കാറിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴേക്കും പിറകെ അർജുനും എത്തുന്നുണ്ട്. തുടർന്ന് അവരെ കാണുമ്പോൾ പ്രീതി എന്ന് വിളിക്കുമ്പോൾ അർജുൻ വിളിക്കുന്നുണ്ട്. അന്നേരം സ്നേഹത്തോടു കൂടി പ്രീതി അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അർജുനേട്ടാന്നും പറഞ്ഞ് പ്രീതിക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. അന്നേരം എന്താ പ്രീതി ഇതെന്നും പറഞ്ഞ് പ്രീതിയുടെ കവിളിലൊക്കെ പിടിക്കുകയാണ് അർജുൻ. അന്നേരം അടുത്ത് നിൽക്കുന്ന ശാലിനി ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് പ്രീതി പറയുന്നുണ്ട്, എനിക്ക് അർജുനേട്ടനെ വിട്ടുകൊടുക്കാനായിട്ട് വയ്യ, ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം വരുന്നുണ്ട്. അന്നേരം ഇത് അമ്പലമാണ്, ഇവിടെ കെട്ടിപ്പിടുത്തവും ചുംബനവും ഒക്കെ നിരോധിച്ചിരിക്കുകയാണ്, വാ എന്നും പറഞ്ഞ് ശാലിനി അവരെയും വിളിച്ചുകൊണ്ട് ശാരദാമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം തിരുമേനി ശാരദാമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ വരുന്ന കുട്ടി ആരാണെന്ന്. അന്നേരം എൻ്റെ മകളെ പോലെ തന്നെയാണ്, എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയത്തിയാണ്, 2 തവണ ഗർഭം അലസിപ്പോയതാണെന്ന് പറയുമ്പോൾ ഇനി അങ്ങനെ ഉണ്ടാകില്ല, ക്ഷിപ്രപ്രസാദിയാണ് ഇവിടുത്തെ ദേവി, ഇവിടുത്തെ ദേവിയുടെ ഫലസിദ്ധി അറിഞ്ഞ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരാറുണ്ട്, തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ എല്ലാം ശുഭമായിട്ട് നടക്കും എന്ന് തിരുമേനി പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് ആകെ സന്തോഷമാവുകയാണ്. തുടർന്ന് അവരെല്ലാവരും ശാരദാമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോൾ പ്രീതിക്കാണ് പൂജ എന്ന് തിരുമേനിയോട് പറയുന്നുണ്ട്. തുടർന്ന് സുമംഗലിക്ക് ആദ്യം തുലാഭാരം നടത്തണം, പിന്നെ തൊട്ടിൽ കെട്ടുന്നതോടുകൂടി പൂജ അവസാനിക്കും. ഭാര്യ ഭർത്താക്കന്മാർ ചേർന്നാണ് നടത്തേണ്ടത്, 2 പേരും തൊഴുത് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുമ്പോൾ ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് എല്ലാവരും മനസ്സ് നിറഞ്ഞ് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ഇതേസമയം ആ അമ്പലത്തിലേക്ക് വസുമതിയും എത്തുന്നുണ്ട്. ഇനി അർജുൻ എത്തി എന്ന് അറിഞ്ഞിട്ട് വന്നതാണോ എന്ന് അറിയില്ല. വസുമതി കാറിൽ നിന്നും ഇറങ്ങി അമ്പലത്തിലേക്ക്
കയറുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.